സർ നേരത്തെ പറഞ്ഞ പോലെ ലിവർ ട്രാൻസ്പ്ലാന്റ് രണ്ടാമതൊരിക്കൽ അല്ലെങ്കിൽ മൂന്നാമതൊരിക്കൽ നമുക്ക് പോസിബിൾ ആണ് ചെയ്യാൻ സാധിക്കും. 4 ട്രാൻസ്പ്ലാന്റ് വരെ ചെയ്ത രോഗികളെ എനിക്കറിയാം. 4 ട്രാൻസ്പ്ലാന്റ്, 4ാമത്തെ ട്രാൻസ്പ്ലാന്റ് വരെ ചെയ്ത രോഗികൾ. ഓക്കെ സാർ, ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരു വ്യക്തി ഒരു പക്ഷേ സാർ നേരത്തെ പറഞ്ഞൊരു മദ്യപാനിയായിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ അവർ ജീവിതശൈലിയിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം? പ്രധാനമായിട്ടും ആൽക്കഹോളിസം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അതെ, ആൽക്കഹോളിസം തുടരുത് എന്നുള്ളത്. പിന്നെ ഉള്ളത് ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ പൂർവ്വസ്ഥിതിയിൽ പ്രാപിക്കുകയും പിന്നെ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധാരണ രീതിയിൽ സാധിക്കാറുണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഇനി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആരംഭ മാസങ്ങൾ 3 മാസം പ്രധാനമായിട്ടും അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് കാരണം പ്രതിരോധശക്തി കുറയ്ക്കുന്ന മരുന്നിൻ്റെ അളവ് ആ മാസങ്ങളിൽ വളരെ കൂടുതലായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എല്ലാ കരുതലുകളും എടുക്കേണ്ടതുണ്ട്. പുറത്തു പോകുന്നത് ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിൽ പോകാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പോഴത്തേനും നമ്മൾ മരുന്നിൻ്റെ അളവ് കുറയ്ക്കുന്നുണ്ട്. കുറച്ചുകൂടെ പ്രശ്നം കുറവാണ് കാണിക്കുക. പക്ഷേ ഇവർക്കൊരു ഓഫീസിൽ പോകാനോ അല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്ക് ചെയ്യാനോ അവർ സാധാരണ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർ അവരുടെ ജോലിയിലേക്ക് തിരിച്ചു വരാറുണ്ടോ? തിരിച്ചു പോകാൻ പറ്റും. ഇപ്പോൾ 3 മാസം കഴിഞ്ഞ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നമ്മളിപ്പോൾ 9 മാസമായി ഇവിടെ തുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞ് അവരെല്ലാം ജോലിക്ക് പോയി തുടങ്ങി. എവിടെയൊക്കെയാണ് അവർക്ക് റെസ്ട്രിക്ഷൻസ് വരുന്നത്? ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളിൽ അവർ റെസ്ട്രിക്ഷൻസ് വരും? ഇപ്പോൾ അപകടകരമായ പിന്നെ സ്പോർട്സ് അങ്ങനെയുള്ളതൊന്നും എൻഗേജ് ചെയ്യാൻ പാടില്ല. 2 വീലേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് പ്രോബ്ലി ഇനീഷ്യൽ മാസങ്ങൾ കുറയ്ക്കണം. ട്രോമ അവോയ്ഡ് ചെയ്യുക. ലിവറിന് വളരെ പ്രഷ്യസ് ലിവറാണല്ലോ, അതിന് ട്രോമ അവോയ്ഡ് ചെയ്യാണ്ട് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മരുന്നുകൾ റെഗുലറായിട്ട് കഴിക്കുക, റിജക്ഷൻ വരാതിരിക്കാൻ വേണ്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ സാർ, നമ്മൾ ഇപ്പോൾ ഒരു ഭക്ഷണക്രമത്തിലോ ഇപ്പോൾ ആർക്കറിയാം നമുക്ക് ഭക്ഷണക്രമത്തിലോ ഒക്കെ ഏതെങ്കിലും ലൈഫ് സ്റ്റൈലിൽ ഒരു ചെറിയ വ്യായാമം ചെയ്യുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടോ? അതിന് അത്തരം വ്യായാമം ചെയ്യണമോ? വ്യായാമം ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതിന് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. വ്യായാമം ചെയ്യുന്നത് നല്ലതുമാണ്. സാധാരണ ഇതിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഇവരുടെ ബോഡി വെയിറ്റ് അമിതമായിട്ട് കൂടാറുണ്ട്. അത് പല മരുന്നുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും പിന്നെ നേരെ നല്ല ലിവർ വെക്കുമ്പോൾ ആൾക്കാർക്ക് വിശപ്പ് കൂടുക, അങ്ങനെ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നുണ്ട്, ബോഡി വെയിറ്റ് കൂടുക. അപ്പോൾ അങ്ങനെ അമിതമായി വണ്ണം വെക്കാതിരിക്കാൻ എക്സർസൈസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സാർ നേരത്തെ പറഞ്ഞു മദ്യപാനം കഴിക്കുന്നവർ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പിന്നെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക, പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ മരുന്നുകൾ പലതും പിന്നെ ഡയബറ്റോജനിക്കാണ്, വെച്ചാൽ ഷുഗറിൻ്റെ അളവ് കൂട്ടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഷുഗർ വളരെ മധുരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറാവുന്ന ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ ലൈഫ് കിട്ടുന്ന പോലെ ഒരു അവസ്ഥ അയാൾക്കുണ്ടാകുമോ? തീർച്ചയായും. ഞാൻ പറഞ്ഞ പോലെ 3 മാസത്തിന് ശേഷം അവർക്ക് പുതിയൊരു ജീവിതം തന്നെ നയിക്കാൻ സാധിക്കും, വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും കൂടാതെ തന്നെ. ഇത് 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എങ്ങനെയാണ് ഇതിന്റെ റിവ്യൂസ് വരിക? എല്ലാ മാസവും ഡോക്ടറെ പോയി കാണേണ്ടി വരുമോ? ഒരു 3 മുതൽ 6 മാസം വരെ ഞങ്ങൾ 2 ആഴ്ച കൂടിയിരിക്കുമ്പോഴാണ് സാധാരണ രോഗികളെ റിവ്യൂവിന് വിളിക്കുന്നത്. 6 മാസം കഴിയുമ്പോൾ മന്ത്ലി, 1 വർഷം കഴിഞ്ഞ് 2-3 മാസം കൂടിയിരിക്കുമ്പോൾ മതിയാവും. അപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പോൾ നമുക്കറിയാം ഈ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടിയുള്ള ആൾക്കാർ അപ്പോൾ ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പോകുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻസ് വരുമോ? അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ ഓഫീസിലേക്ക് പോകുന്നത് ഒരു ബസ്സിലായിരിക്കും. അപ്പോൾ ഈ ബസ്സിൽ പോകുന്ന ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാകും. നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ഈ ഒക്കെ മിക്സപ്പ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ യഥാർത്ഥത്തിൽ ഈ രോഗികൾക്ക് വേണ്ടി വരും. ആദ്യത്തെ 3 മുതൽ 6 മാസം വരെ റെസ്ട്രിക്ഷൻസ് ആവശ്യമായിരിക്കും. 6 മാസത്തിന് ശേഷം വലിയ റെസ്ട്രിക്ഷൻസ് ആവശ്യമില്ല. പിന്നെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ സൂക്ഷിക്കണം, ഇൻഫെക്ഷൻ ഉള്ളവരുടെ അടുത്ത് പോകാതിരിക്കുക. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മാസ്കുകൾ ധരിക്കുക. അങ്ങനെയൊക്കെയുള്ള പ്രിക്കോഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാതിരിക്കും. അപ്പോൾ ഒരുപക്ഷെ ഈ ആൾക്കാർക്ക് ഒരുപക്ഷെ പ്രമേഹവും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നതാവും. അപ്പോൾ ഈ മരുന്നുകളും അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് സർജനുമായിട്ട് അല്ലെങ്കിൽ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമായിരിക്കണം. നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് പ്രമേഹ രോഗികളുണ്ട്. ഈ മരുന്നുകൾ, ഞങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ തന്നെ പ്രമേഹം ഉണ്ടാക്കാറുണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാറുണ്ട്. അത് ഡോക്ടറെ കണ്ടതിന് ശേഷം ഞങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സാർ, വളരെ തിരക്കേറിയ സമയത്തും കേരള പിപ്പിനോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി. ഇനി ഒരു അവസരത്തിൽ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം.
ടു ദ പ്രൊഡ്യൂസർ ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.